ഒരു കമ്പനി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തരില്ല. കാരണം ഇന്ന് പലരും ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പോളിസിയെ കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ മേഖലയിലോ അല്ലെങ്കിൽ വല്ല സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ NRIസോ ഒക്കെ നമ്മൾ പോളിസി സംസാരിക്കാൻ പോകുമ്പോൾ അവർ പറയുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ട്, ഇവിടെ ഇൻഷുറൻസ് ഉണ്ട്, കമ്പനി ഇൻഷുറൻസ് ഉണ്ട്, അവിടെ കമ്പനി ഇൻഷുറൻസ് ഉണ്ട്, ഇവിടെ സ്ഥാപനത്തിൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, പിന്നെ എനിക്കൊരു പോളിസിയുടെ ആവശ്യമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അവിടെ ഒരു ചതി കെടുക്കുന്നു. കാരണമല്ലേ, നമ്മൾ എത്ര നാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ചിലപ്പോൾ ആ കമ്പനി ചിലപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആവാം. നാളെ നമുക്ക് അനാരോഗ്യപരമായിട്ട് എന്തെങ്കിലും അസുഖം വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് പുറത്തു പോരുന്ന ഒരു അവസ്ഥയോ വരികയാണെങ്കിൽ ആ ഇൻഷുറൻസ് അവിടെ ക്ലോസ് ആവും. ആ സമയത്താണ് നമുക്കൊരു ആരോഗ്യമില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ, ആ സമയത്ത് ഒരു പുതിയൊരു പോളിസി എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടല്ലാതെ പോളിസി തരില്ല. ഹെൽത്തിന് വളരെ കണ്ടീഷൻ വളരെ മോശമുള്ള അവസ്ഥയാണെങ്കിൽ ഒരു കമ്പനി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തരില്ല. ഈ ഒരു സാഹചര്യം, ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് പലരും ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കമ്പനി ഇൻഷുറൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, പല ഇൻഷുറൻസും ഉണ്ടാവും. എന്നാൽ സ്വന്തമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഡയറക്റ്റ് റീറ്റെയിൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ, ഒരു ക്ലെയിം സർവീസുള്ള ഏജൻറ്റിന് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് മുഴുവൻ ഒരു ബ്രേക്കുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ക്ലെയിം വാങ്ങിച്ചുകൊണ്ട് ലൈഫ് ലോങ് പുതുക്കി വാങ്ങുന്ന പോളിസികൾ സ്വന്തമായിട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്.